പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയിൽ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ജീവിതം കർത്താവെ ഞങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. ജീവിത പ്രതിസന്ധികളുടെ മധ്യേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മാമോദീസായിൽ ഞങ്ങൾ ഏറ്റെടുത്ത ഈ ഒരു ഉത്തരവാദിത്വം യേശു ക്രിസ്തുവിനെ കർത്താവെ മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങേക്ക് സാക്ഷികളാകാനുള്ള ജീവിതമാണ്. അതും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ലോകാവസ്ഥയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അസ്വസ്ഥപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, പലപ്പോഴും കർത്താവെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, കർത്താവെ പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൽ വളരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരു പുതിയ ദിവസം ആശംസിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് തിരുവചനം, ഇന്നലെ നമ്മൾ കേട്ട വചനത്തിന്റെ തുടർച്ചയായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 52-ാമത്തെ തിരുവചനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടത് വചനമാണ്. അടിപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് ഈ ദിവസം കർത്താവ് നമ്മോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് അല്ല. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വളർച്ചയില്ലാതെ ഇങ്ങനെ ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതില്ല. വിശ്വാസം അനുദിനം പടിപടിയായിട്ട് വളരണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ഈ അറിവിൽ നമ്മൾ ആഴപ്പെടണം. അങ്ങനെ ആഴപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ ശക്തമായ സാന്നിധ്യവും അവിടുത്തെ ശക്തിയും നമ്മൾ നിറയുന്നതും. അങ്ങനെ കൃപ നിറഞ്ഞ ജീവിതം നയിച്ച് ഈ ലോക ജീവിതത്തിനപ്പുറത്ത് നിത്യതയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ ഈശോയെ കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ആ അറിവില്ല. ഈ അറിവും അനുഭവം ഇല്ലാത്തത് ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ പകച്ചു നിൽക്കുന്നവരായിട്ട് മാറുകയാണ്. ഒരു രോഗം വരട്ടെ, നമുക്ക് പ്രാർത്ഥന നമുക്ക് ഇല്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. എങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. കർത്താവ് ഈ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസത്തില് വളരാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോ വളർന്നു വന്നതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധം. അപ്പൊ നമുക്കൊരു കൃപയിൽ വളരുന്ന ജീവിതം, കൃപാജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൃപാജീവിതമാണ്. അപ്പൊ മനുഷ്യരോടും ദൈവത്തോടും ഒക്കെ നമ്മൾ കൂടുതൽ ബന്ധത്തിൽ ആഴപ്പെടാൻ, അതായത് വിശ്വാസം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു നമുക്കറിയാം, ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തോട് നമ്മൾ വളരുന്നതനുസരിച്ച് മറ്റുള്ളവരോട് നമുക്ക് കൂടുതൽ വളരാൻ, ഹൃദയ ഐക്യത്തിൽ വളരാനൊക്കെ നമുക്ക് സാധിക്കും. ഈശോ അതാണ് ചെയ്തത്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഈ ജനുവരി മാസം 4-ാം തീയതി നമ്മൾ നിൽക്കുമ്പോൾ വിശ്വാസത്തിലുള്ള എൻ്റെ വളർച്ചയെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ, കുടുംബത്തിന്റെ മുഴുവൻ വളർച്ചയെ നമുക്ക് കർത്താവിന് തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ജനുവരി മാസം 6-ാം തീയതി എപ്പിഫാനി തിരുനാളിന്റെ അന്നാണ് ജൂബിലി സമാപനം. അപ്പൊ ഇതൊക്കെ നമ്മളെ കൂടുതൽ ഈശോയിലേക്ക് വളർത്തിയിട്ടുണ്ടാകണം. അത് നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ പ്രതിഫലിക്കണം. ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവം എവിടെ? ദൈവത്തെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നതല്ല വിശ്വാസത്തിന്റെ വളർച്ച. വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്തലാണ്. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ജീവിക്കുന്ന ദൈവം, ഞാൻ കിടക്കുന്ന കുരിശിന്റെ മറുവശത്ത് എൻ്റെ ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതിലേക്ക് നമ്മൾ വളരണം. കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല, കൂടെ നടക്കുന്ന ദൈവമാണ്. പലപ്പോഴും തിന്മ നമ്മളിൽ ഭയം സൃഷ്ടിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, സംശയങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും അത് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ദൈവമായിട്ട് മാറുകയാണ്. എൻ്റെ ആകുലത എൻ്റെ ദൈവമാണ്, എൻ്റെ ഭയം എൻ്റെ ദൈവമായിട്ട് മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത നിസ്സഹായ അവസ്ഥകൾ, പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ അതിനെ ഭയപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ്, സർവശക്തനാണ് അവിടുന്ന്, എൻ്റെ കൂടെ നടക്കുന്ന ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. അവിടുന്ന് പറഞ്ഞ ജ്ഞാനത്തിലും പ്രായത്തിലും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മളും നമ്മുടെ കുടുംബവും മക്കളുമൊക്കെ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഇന്നൊക്കെ മക്കളൊക്കെ ഒരു പരീക്ഷയിൽ തോറ്റാൽ മതി ജീവിതം അവസാനിപ്പിക്കുന്ന മക്കളാണ്. അത് അത്രയ്ക്ക് നമ്മുടെ മക്കളൊക്കെ ആത്മീയമായിട്ട് തളർന്നിരിക്കുകയാണ്. ഒട്ടും തന്നെ വളർന്നിട്ടില്ല, പക്വത പ്രാപിച്ചിട്ടില്ല. ഈ പക്വതയിലേക്ക് നമ്മൾ വരണം, നമ്മളും വളരണം, നമ്മുടെ മക്കളും വരണം. ആത്മീയ പക്വത, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം നടക്കുന്ന ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യമാണ് പ്രിയമുള്ളവരെ ഈ ഒരു പക്വത എന്ന് പറയുന്നത്. ആ പക്വതയിലേക്ക് വളരാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കതിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങ് വളർന്നു വന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മക്കളുമൊക്കെ ആത്മീയ പക്വതയിൽ വളരാൻ, അതുപോലെ തന്നെ ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധമാണ്. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ വളരാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. അതുവഴി ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതം കർത്താവ് മറ്റുള്ളവർക്കും വലിയ ഒരു മാതൃകയും സാക്ഷ്യവുമായിട്ട് മാറട്ടെ. അതിന് കൃപാവരം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.